Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് വേർഡ്സ് ഓഫ് അഫർമേഷൻ ലവ് ലാംഗ്വേജ് ആയിട്ടുള്ള ഒരു വ്യക്തിയോടുള്ള സ്നേഹം എങ്ങനെയാണ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുക എന്നതിനെ കുറിച്ചാണ്. സ്വാഭാവികമായിട്ടും വേർഡ്സ് ഓഫ് അഫർമേഷൻ ആണ് ലവ് ലാംഗ്വേജ് എന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാ കാര്യങ്ങളും ബൈ വേർഡ്സ് ആയിട്ട് കേൾക്കുമ്പോഴായിരിക്കും അവർക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുക. നമുക്ക് അവരോട് എത്രത്തോളം ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ അവർ നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നുള്ളതൊക്കെ വാക്കുകളിലൂടെ പറയുന്ന സമയത്താണ് അവർക്ക് കൂടുതലായിട്ടും അത് അനുഭവപ്പെടുക അല്ലെങ്കിൽ ഫീൽ ചെയ്യുക, മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ വാക്കുകൾ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ സ്വീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഫീലിങ്സ് എന്താണോ അത് വാക്കുകളിലൂടെ നമ്മൾ പറയാതിരിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് പണ്ടത്തെ പോലെ സ്നേഹിക്കുന്നില്ലേ, അല്ലെങ്കിൽ ഇപ്പൊ സ്നേഹം കുറഞ്ഞോ, അല്ലെങ്കിൽ സ്നേഹം ഇല്ലേ, അങ്ങനെയൊക്കെയുള്ള സംശയം സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. സോ വേർഡ്സ് ഓഫ് അഫർമേഷൻ ആണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറുടെ ലവ് ലാംഗ്വേജ് എന്നുണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹം എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. ഈ രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് അവർക്കത് മനസ്സിലാക്കാനും കുറെ കൂടി പോസിറ്റീവായ രീതിയിൽ അത് എക്സ്പീരിയൻസ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ്. സോ എങ്ങനെയൊക്കെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ ഒരു കാര്യമാണ് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾക്ക് വളരെ സത്യസന്ധമായി അവരെ എന്തെല്ലാം കാര്യങ്ങളിൽ അഭിനന്ദിക്കാൻ തോന്നുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക, അഭിനന്ദിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ അവർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒന്ന് നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ അവർ ഹെയർ കട്ട് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ അവരെന്തെങ്കിലും കുക്ക് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ കരിയറിൽ അവരുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്തതായിരിക്കാം. ഇങ്ങനെ അവരുടെ പേഴ്സണൽ ലൈഫിൽ അവരെന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്തു അല്ലെങ്കിൽ ഒരു എഫേർട്ട് എടുക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് തോന്നിയാൽ, നിങ്ങൾക്ക് അതിനെ അഭിനന്ദിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ചെറിയ കാര്യമായിക്കൊള്ളട്ടെ, എന്നിരുന്നാലും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അവർക്കുണ്ടാകുന്ന ഒരു ഫീലിങ്സ് പോസിറ്റീവായ രീതിയിലായിരിക്കും. അവരെ ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങളുടെ അറ്റൻഷൻ അവർക്ക് കിട്ടുന്നുണ്ട്, ഇങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഗുഡ് ഫീൽ അവർക്ക് ലഭിക്കും എന്നുള്ളതാണ്. സോ വളരെ സത്യസന്ധമായി നിങ്ങൾക്ക് അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് തോന്നുന്ന കാര്യങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് വേർഡ്സ് ഓഫ് അഫർമേഷൻ ലവ് ലാംഗ്വേജ് ആയിട്ടുള്ള ഒരു വ്യക്തിയോട് സ്നേഹം പ്രകടിപ്പിക്കുന്നതിനായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ആദ്യത്തെ കാര്യം. ഇനി രണ്ടാമത്തെ പോയിന്റിന് മുൻപായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടിയാൽ ആ റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യാമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിന് സപ്പോർട്ടിന് വേണ്ടി മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ടീം നിങ്ങളെ ആ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണ്, അല്ലെങ്കിൽ രണ്ടാമതായിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് നോക്കാം. പ്രത്യേകിച്ച് ഒരു റീസണോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു സ്പെഷ്യൽ ഡേറ്റോ ഒന്നും ഇല്ലാതെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയോട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറോട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വളരെ സ്വീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ തോട്ട്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയാറുണ്ടോ, അല്ലെങ്കിൽ ഒരു നോട്ടോ കാര്യങ്ങളോ അവർക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് ഒരു സ്പെഷ്യൽ ഡേറ്റ് വരട്ടെ, അല്ലെങ്കിൽ അവരുടെ ഒരു ബർത്ത്ഡേ വരട്ടെ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം വരണം എന്ന് വിചാരിച്ച് നിൽക്കരുത്. കാരണം വേർഡ്സ് ഓഫ് അഫർമേഷൻ ലവ് ലാംഗ്വേജ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇത്തരത്തിലുള്ള സ്വീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ തോട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാനും വായിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും. സോ നിങ്ങൾക്ക് അവരോടുള്ള ഫീലിങ്സ്, നിങ്ങൾ അവരെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരോട് എന്തെല്ലാം കാര്യങ്ങൾ പറയാനുണ്ട്, ഇതൊക്കെ ഒരു സ്പെഷ്യൽ ഒക്കേഷന് വേണ്ടി അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഡേറ്റിന് വേണ്ടി കാത്തിരിക്കാതെ തന്നെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം. തേർഡ് വൺ ആണ് റീഅഷുറൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ അവരെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവരോടൊരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ ഒരു ഫീലിങ്സ് ഉണ്ടായിരിക്കുമല്ലോ, നിങ്ങൾക്ക് ഉണ്ടാവുന്ന ആ ഒരു സ്നേഹം ഉണ്ടായിരിക്കുമല്ലോ, അത് അവരെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ്. ഇത് ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് ആ റിലേഷൻഷിപ്പിനെ നെഗറ്റീവായി ബാധിക്കാനൊന്നും പോകുന്നില്ല. എന്നിരുന്നാലും വേർഡ്സ് ഓഫ് അഫർമേഷൻ ലവ് ലാംഗ്വേജ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇഷ്ടമുള്ള അല്ലെങ്കിൽ അവർക്ക് കുറെ കൂടി ഒരു സെക്യൂർ ആൻഡ് ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ഇത്തരത്തിൽ നിങ്ങളുടെ ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം അവരെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് അവരെ ഓർമ്മപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ അതും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല വേർഡ്സ് ഓഫ് അഫർമേഷൻ ലവ് ലാംഗ്വേജ് ആയിട്ടുള്ള ഒരു വ്യക്തിയോട് സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് ഈ രീതിയും ഉപകാരപ്പെടും. ഇനി നാലാമത്തെ കാര്യമാണ് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി ചെറുതോ വലുതോ ആയ
എന്തെങ്കിലും ഒരു നേട്ടം, ഒരു അച്ചീവ്മെന്റ് അവരുടെ ലൈഫിൽ അവർ അച്ചീവ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കുറിച്ച് വളരെയധികം പ്രൗഡാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് വളരെയധികം അഭിമാനം ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ വലിയൊരു കാര്യമാണ് എന്ന രീതിയിൽ അവരോട് സംസാരിക്കുക. അങ്ങനെ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക, അവരെ എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം വേർഡ്സ് ഓഫ് അഫർമേഷൻ ലവ് ലാംഗ്വേജ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ അച്ചീവ് ചെയ്യുന്ന കാര്യങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അഡ്മയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അതെങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, അവരെ അത് പോസിറ്റീവ് ആക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ അതിൽ അവർ സന്തോഷിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ അറിയാൻ ആകാംക്ഷയുള്ള ഒരു വ്യക്തിയായിരിക്കും. ആകാംക്ഷ ഉണ്ടോ എന്നുള്ളത് അറിയുക മാത്രമല്ല, വേർഡ്സിലൂടെ നിങ്ങൾ അത് എത്രത്തോളം എൻജോയ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് ഫീൽ ചെയ്തത് എന്നൊക്കെ അറിയാനുള്ള ഒരു ആഗ്രഹവും ഉണ്ടായിരിക്കും. സോ അവരുടെ ചെറുതോ വലുതോ ആയിട്ടുള്ള എന്തെങ്കിലും രീതിയിലുള്ള ഒരു അച്ചീവ്മെന്റ് അവരുടെ ലൈഫിൽ അവർ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നിങ്ങൾ അവരെ കുറിച്ച് വളരെയധികം അഭിമാനം കൊള്ളുന്നുണ്ട്, അല്ലെങ്കിൽ പ്രൗഡ് ഫീൽ ആണ് വരുന്നത്. ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്താണോ ജെന്യൂൻ ആയിട്ട് തോന്നുന്നത് അങ്ങനെ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക, എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഫൈനലി വളരെ സർപ്രൈസിങ് ആയിട്ട് ചില പോസിറ്റീവ് ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വീറ്റ് ആൻഡ് തോട്ട്ഫുൾ ആയിട്ടുള്ള നോട്ട്സ് സർപ്രൈസിംഗ്ലി നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൊക്കെ പ്ലേസ് ചെയ്യാന്ന് പറയില്ലേ, അങ്ങനെ അവർ സ്ഥിരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ ഇത്തരത്തിലുള്ള വളരെ സ്വീറ്റ് ആയിട്ടുള്ള തോട്ട്ഫുൾ ആയിട്ടുള്ള നോട്ട്സ് ഒക്കെ സർപ്രൈസ് വെക്കുക എന്നുള്ളതാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വേർഡ്സ് ഓഫ് അഫർമേഷൻ ആണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറുടെ ലവ് ലാംഗ്വേജ് എന്നുണ്ടെങ്കിൽ അവർക്ക് വേർഡ്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു അഫർമേഷൻ, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അപ്രീസിയേഷൻ, ഇങ്ങനെ പല രീതിയിൽ അവർ ആ വേർഡ്സ് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു കാര്യമാണ്. ആ ഒരു ഗുഡ് ഫീൽ ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് ഒരുപാട് അത് ഹെൽപ്ഫുൾ ആകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. സോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ ലവ് ലാംഗ്വേജ് വേർഡ്സ് ഓഫ് അഫർമേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്